ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 4ാമത്തെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ചു, ഇതാ ചായ കുടിക്കാൻ വേണ്ടി റെഡിയായിട്ട് ചായയൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്നൊരു ക്ലാസ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നോമ്പെടുക്കുന്ന ഒരാളെൻ്റെ കൂടെ ഇന്ന് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആളെ വിളിക്കാം. വിളിച്ചമ്മ, നോമ്പെടുക്കാൻ എണീറ്റമ്മ. ഇന്ന് മുഴുവൻ എടുക്കുമോ? വൈകുന്നേരം വരെ എടുക്കുമോ? വെള്ളം നിറച്ച് തിന്നോ കേട്ടോ. മുച്ച് കുറച്ച് ചോറും വാരിത്തരാ. ഇതാട്ടോ നമുക്ക് നോമ്പ് തുറക്കാനുള്ളതെന്ന് പഴംപൊരിയാണ്. ഞാൻ എന്താ ചായ എടുത്തിട്ടുണ്ട്. ലച്ചുട്ടിക്ക് കുറച്ച് ചോറും വാരി കൊടുക്കണം കേട്ടോ. ഇത് സുന്ദരി തിന്നോട്ടോ. ചുറ്റി ആദ്യമായിട്ട് നോമ്പ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം വൈകുന്നേരം വരെ എടുക്കുമോ? പറ്റുന്ന വരെ എടുത്താൽ മതി കേട്ടോ. അപ്പം ലച്ചുട്ടി ഉറങ്ങാൻ പോവുകയാണേ. ബായ്. ലച്ചുട്ടിക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, വിളിക്കാത്തതുകൊണ്ട്. നോമ്പെടുക്കാൻ വിളിച്ചില്ല പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. ഇപ്പം മുഴുവനാക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഞാൻ കിടക്കും കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ബാങ്ക് കൊടുക്കുന്നവരെ നിസ്കരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഗേസ്, നമ്മുടെ ലച്ചുട്ടി ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊലച്ചൊക്കെ എല്ലാവരും കണ്ടതല്ലേ, ലച്ചു ചായയൊക്കെ കുടിക്കുന്നത്. നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര സംശയമാണ്. പിന്നെ നോമ്പ് മുറിയോ എന്ന് വെച്ചിട്ട് പലതും ഭയങ്കര സംശയമാണ് കേട്ടോ. പിന്നെ മുഴുവനാക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം എണീറ്റിട്ടുള്ളൂ ഞങ്ങൾ രണ്ടാളും അല്ലേ? എന്താ അതാ മുറ്റം കാണിക്കാൻ വേണ്ടിയിട്ടോ ലച്ചു പറഞ്ഞ്. ഇന്നലെ അടിച്ചു വാരിയ മുറ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കോലം കണ്ടില്ലേ? അതെന്നും അടിച്ചു വരണോ ലച്ചു? അതാ ഈ പേരൊക്കെ മരത്തുനിന്ന് വീഴുന്നു കേട്ടോ. തറവാട്ട് പോയിട്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നോമ്പുണ്ടെന്ന് പറയാൻ വേണ്ടി പോവാട്ടോ ലച്ചുട്ടി അല്ലേ? പിന്നെ ഇന്ന് മുഴുവനാക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കിയാൽ മതി കേട്ടോ. ക്ഷീണം വരും, ഭയങ്കര ചൂടാ. എന്നാ ഉമ്മാനെ കണ്ടിട്ടോ. അങ്ങനെ ലച്ചുട്ടി തറവാട്ട് പോയിട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് ഒന്ന് അലക്കിയിടാട്ടോ. അപ്പം നമ്മൾ ഈ ഷെഡിലാട്ടോ അലക്കിയിടൽ. കണ്ടില്ലേ? ഈ ഇങ്ങനെ സീറ്റ് മറിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് അയലൊക്കെ കെട്ടിയിട്ട് ഇവിടെ ആട്ടോ വിരിച്ചിടുന്നത്. പിന്നെ നമ്മുടെ ലച്ചും പാച്ചൊക്കെ ചെറുതാകുമ്പോൾ വരച്ച് വെച്ചതാട്ടോ കരിയും കൊണ്ടൊക്കെ. പിന്നെ അത് പെയിൻ്റ് അടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കരിയും മണ്ണും കൊണ്ടൊക്കെ ബേക്കത്തെ ചുമര് മൊത്തം അവർ നല്ലോണം പണിതിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലച്ച് നോമ്പെടുത്തിട്ട് പുച്ഛമായിട്ടുണ്ട് കേട്ടോ. ഒന്നും കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ആൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ദാഹമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ. അതെ, ചൂടല്ലേ. അപ്പം ഞാൻ ലച്ചുവിനോട് പറഞ്ഞു കേട്ടോ വെള്ളം കുടിച്ചോന്ന്. അപ്പം ഗൈസ്, നമ്മുടെ ലച്ചുട്ടി ഇപ്പോൾ ഒരു സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 3 അപ്പോൾ ഇതാ നമ്മുടെ ലച്ചുട്ടി നോമ്പ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ? എൻ്റെ കുട്ടിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി, നല്ല ക്ഷീണം വന്നു കേട്ടോ. എന്നാലും ലച്ചുക്ക് ഇന്നത്തെ നോമ്പ് കിട്ടി കേട്ടോ. ഇത്രയും എടുത്തില്ല, അപ്പോൾ ഒരു നോമ്പായി കേട്ടോ, 1/2 നോമ്പായി. അപ്പോൾ ലച്ചുതാ ഈത്തപ്പഴം കഴിക്കുകയാണ്. നല്ലോണം വിശന്നപ്പാ? വിശന്നോ? വിശപ്പാണോ ദാഹമാണോ? അപ്പം നമ്മുടെ അങ്ങനെ ലച്ചുട്ടി എന്നാലും കുറേ നേരം നിന്ന് കേട്ടോ. കണ്ടില്ല, കണ്ണൊക്കെ ആകെ ഇതായി പോയിട്ട് ക്ഷീണം പിടിച്ചുപോയി.
കുറേ നേരമായിട്ട് ഞങ്ങൾ പറയുന്നു വെള്ളം കുടിച്ചോ കഴിയുന്നില്ലെങ്കിൽ നിന്ന്, പക്ഷെ കുട്ടി കുറേ നേരം നിന്ന് കേട്ടോ. അവസാനം ഇതായിപ്പം ലച്ചു നോമ്പ് ഇവക്കൊരു വയറുവേദന ഉണ്ട് കേട്ടോ. അവൾക്ക് എപ്പോഴും വെള്ളമൊക്കെ കുടിക്കണം. അപ്പം എടുക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു കുറേ, പക്ഷേ എൻ്റെ ലച്ചുട്ടി ഷുട്ടാപ്പി എടുത്തു കേട്ടോ. അങ്ങനെ ലച്ചുട്ടി നോമ്പ് വിജയിച്ചു. എന്നാലും കുട്ടിയൊക്കെ പകുതി നോമ്പ് എടുത്താലും കിട്ടും കേട്ടോ. ഹാപ്പി ആദ്യം വത്തക്ക ജ്യൂസ് കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കരയായിരുന്നു കേട്ടോ. നോമ്പ് പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നേ. നോമ്പ് പോയി പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ദാഹം കൊണ്ട് വത്തക്ക ജ്യൂസ് കുടിക്കുകയും ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് കരയും ചെയ്തിട്ടോ. പിന്നെ നോമ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ലച്ചുട്ടി ഈത്തപ്പഴവും ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടോ. അപ്പം പകുതി നോമ്പ് കിട്ടി. ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ച ഒരു പകുതി നോമ്പെടുക്കാം. അപ്പോൾ ഒരു നോമ്പാവും, പകുതി ഒരു നോമ്പാവും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തേത് ഉള്ളിവട കേട്ടോ. ഉള്ളിവട അല്ല, പക്കവട. ഇതാ ആയിക്കോണ്ടുണ്ട് കേട്ടോ, ആയിക്കോണ്ടുണ്ട്. പിന്നെ അതാണ് ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ കടി ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ചിക്കൻ കറിയുമായിട്ടുണ്ട് ഇതാട്ടോ. ചോറും ആവുന്നുണ്ട് കേട്ടോ. ചോറിന് അരി ഇട്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വലിയ കടികളൊന്നും ആക്കുന്നില്ല കേട്ടോ. ആ പക്കവടയും പിന്നെ ചോറും കറിയും മാത്രമേ കേട്ടോ ആക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേരക്ക മരത്തുനിന്ന് ഇലകൾ കൊഴിഞ്ഞിട്ട് ഇതാ മുറ്റം വീണ്ടും പരങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലച്ചുട്ടി ഉറങ്ങുന്ന കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, ലച്ചുട്ടി സോഫയിൽ കിടന്നുറങ്ങിപ്പോയി ഗൈസ്. അന്ന് ഉച്ചവരെ നോമ്പെടുത്തതിൻ്റെ ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തത്തെ ലൈറ്റ് ഇടാം കേട്ടോ. സന്ധ്യ ആയല്ലോ, പുറത്തത്തെ ലൈറ്റ് ഇട്ടു. പിന്നെ നമുക്ക് അകത്തോട്ട് കയറാം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ മുന്തിരി ഉണ്ട്, വത്തക്ക ജ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ജഗ് നിറച്ചും പാൽച്ചായ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഴംപൊരിയും ഉണ്ട്, കുറച്ച് പക്കവടയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്പെഷ്യൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ആപ്പിളുണ്ട്, അത് നമുക്ക് മുറിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാട്ടോ ആപ്പിളും പിന്നെ ഈത്തപ്പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇനിയുള്ള നോമ്പിന് ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരു കടികളൊക്കെ ആക്കുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം. ബാക്കി ലച്ചു പഠിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് സൈക്കിൾ, ഞാൻ സൈക്കിൾ ചവിട്ടും, സൈക്കിൾ മെല്ലെ ചവിട്ടും, സൈക്കിൾ ചവിട്ടുന്നത് നല്ല വ്യായാമമാണ്.